Good morning. Today going to talk about calculation of the standard time. Operation management 13th യൂണിറ്റിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് മീൻ ഒബ്സർവ്ഡ് ടൈം ആൻഡ് റേറ്റിംഗ് ഫാക്ടർ ആണ്. 5 element of jobs are given below. Find out the allowed time where fatigue allowance, personal allowance and contingency allowance. 5% fatigue allowance, 10% personal allowance, 15% contingency allowance. ഇതിൽ 5 elements ആണുള്ളത്. അതിൽ മീൻ ഒബ്സർവ്ഡ് ടൈം, എപ്പോഴും നമ്മൾ മീൻ ഒബ്സർവ്ഡ് ടൈം, അതായത് കുറച്ച് പ്രാവശ്യം ചെയ്യണത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മീൻ ഒബ്സർവ്ഡ് ടൈം എപ്പോഴും എടുക്കുന്നത്. റേറ്റിംഗ് ഫാക്ടർ നമ്മൾ റേറ്റ് ചെയ്തിട്ടുള്ളത് 120 ആണ് ആദ്യത്തെ എലമെൻറ്റിൻ്റെ. രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ 120, 80, 110, 99. ഇനി ബേസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഒബ്സർവ്ഡ് ടൈമിൻ്റെ ഒബ്സർവ്ഡ് റേറ്റിംഗ് ബൈ സ്റ്റാൻഡേർഡ് റേറ്റിംഗ്, അത് നമ്മൾ ഓരോന്നിൻ്റെയും എടുത്ത് ചെയ്യാം. 0. അതായത് ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത് ആദ്യത്തിൻ്റെ 0.3 × 120. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 100 ആണ്. 120 ഡിവൈഡഡ് ബൈ 100, 0.6 × 120 ഡിവൈഡഡ് ബൈ 100, അതേപോലെ തന്നെ 0.22 × 180 ഡിവൈഡഡ് ബൈ 100. അതൊക്കെ നമുക്ക് തന്നിട്ടുള്ള റേറ്റിംഗ് ഫാക്ടേഴ്സാണ്. അതായത് ഒരു ആവറേജ് റേറ്റ് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 0.03. ഇനി നമ്മൾ അതിൽ നിന്ന് ബേസ് ടൈമാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. ബേസ് ടൈമിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ 5% ബേസ് ടൈമിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫാറ്റിഗ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ. അതായത് അതിൻ്റെ 5% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 0.2875 കിട്ടും. പിന്നെ പേഴ്സണൽ അലവൻസ് അതിന് ഒരു 10% കൊടുക്കുന്നുണ്ട്. ഈ 5.75ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കണ്ടിജൻസി 15%. 5.75 × 15/100 അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാതും കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ അലവൻസ് ഫാറ്റിഗ് പേഴ്സണൽ കണ്ടിജൻസിയാണ്. അപ്പോൾ 1.75 കിട്ടും. ബേസ് ടൈമിൻ്റെ കൂടെ അലവൻസ് ടൈമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം. ഇൻ പ്രിൻറ്റിംഗ് പ്രസ് ദ ടൈം സ്റ്റഡി ഓഫ് പ്രിൻറ്റിംഗ് ഓപ്പറേഷൻസ് ഇസ് ക്യാരിഡ് ഔട്ട്. ദ ഒബ്സർവ്ഡ് വർക്കർ റേറ്റഡ് 90% ആണ് അയാളുടെ റേറ്റ് വരുന്നത്. ഒരാളുടെയാണ്. ദ റെക്കോർഡർ സൈക്കിൾ ടൈം 12, 10, 9, 11, 8, 12 മിനിറ്റ് ആണ്. ദ പ്രസ് യൂസസ് 5% അലവൻസ് ഫ്രാക്ഷൻ കമ്പ്യൂട്ട് ദ സ്റ്റാൻഡേർഡ് ടൈം. അതായത് ആവറേജ് സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മീനാണ് നമ്മളെപ്പോഴും എടുക്കുക. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അതായത് സൈക്കിൾ ടൈമിൽ ഓരോ സമയത്ത് പല സമയത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ആവറേജ് എടുത്തു, അതെല്ലാതും കൂടി കൂട്ടി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10.33 കിട്ടും. അപ്പോൾ ആവറേജ് സൈക്കിൾ ടൈം ഇൻറ്റു വർക്കിംഗ് റേറ്റ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതെന്താണ്, നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തതാണ്. 10.33 × 0.90. 0.90 90% ആണ് അതിൻ്റെ റേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത്. നേരത്തെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 0.3 എന്നൊക്കെ പറഞ്ഞിട്ട്, 0.3, 0.6 എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ കിട്ടിയിട്ടുള്ളത് 10.33 ആണ്. ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 100 തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 9.3 മിനിറ്റ് കിട്ടും. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിവിടെ അലവൻസസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ അലവൻസസിൻ്റെ പ്ലസ് 5% അലവൻസസ് ഫ്രാക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോർമൽ ടൈം ഡിവൈഡഡ് ബൈ 1 - അലവൻസ് ഫ്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നോർമൽ ടൈം 9.3 മിനിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ 1 - അലവൻസ് ഫ്രാക്ഷൻ 5% എന്ന് പറയുന്നത് 0.505 ആണ്. അപ്പോൾ 9.75 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം. Having automated vending machine directs time study operations vendor from the milk. One experienced 2 trained industrial engineers made the study simultaneously. ഒരാൾ എക്സ്പീരിയൻസും ഒരാൾ ഇൻഎക്സ്പീരിയൻസും ആയിട്ടുള്ള ആളാണ്. 2 ട്രെയിനീസ് ആണ്. ദ അഗ്രീഡ് പ്രിസൈസ്ലി ഓൺ ദ സൈക്കിൾ ടൈം വിച്ച് ഈസ് ഗിവൺ ബിലോ ബട്ട് ദ വാരിഡ് ഇൻ റേറ്റിംഗ് ഓഫ് വെൻഡർ. The experienced engineer 100%, where the trainee is rated 90 and 105%. The firm uses 10% fraction. ഇനി അതിൻ്റെ സൈക്കിൾ ടൈം 4, 5, 6, 7 ആണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ടൈംസ് ഒബ്സർവ്ഡ് 3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നോർമൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈക്കിൾ ടൈമും നമ്പർ ഓഫ് ടൈംസ് ഒബ്സർവ്ഡ് ആണ് തന്നിട്ടുള്ളത്. മറ്റേതൊക്കെ സൈക്കിൾ ടൈം മാത്രമാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാതും കൂടി കൂട്ടിയിട്ട് എത്ര പ്രാവശ്യമാണെന്നുള്ള ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മീൻ തരണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും തരണ പോലെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 × 3 +
5 × 1 + അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോർമൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി. മറ്റേതിൽ നമ്മൾ കറക്റ്റായിട്ട് എണ്ണമാണ് എടുത്തത്. ഇവിടെ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലും ക്ലാസ്സും ഫ്രീക്വൻസിയും തരില്ലേ, നമ്മൾ സ്റ്റാറ്റിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണിത്. അതിൽ അതേപോലെ ചെയ്യുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ അത് 3 + 1 + 2 + 3 ടോട്ടൽ ചെയ്യുക. അപ്പോൾ 50/9 കിട്ടും. അത് 5.56 മിനിറ്റാണ് കിട്ടിയത്. ഇനി സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 5.56 ഡിവൈഡഡ് ബൈ 1 - ഫ്രാക്ഷൻ 10% ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അത് 6.18. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയറുടെ സ്റ്റാൻഡേർഡ് ടൈം കേട്ടോ. ഇനി നമുക്ക് ട്രെയിനി 1ൻ്റെ 90% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, 5.56 × 100 ആകുമ്പോൾ 100 നമ്മൾ ചെയ്തിട്ടില്ല. കാരണം 100 ആകുമ്പോൾ സെയിം നമ്പർ തന്നെ, 100/100 ആകുമ്പോൾ സെയിം നമ്പർ തന്നെ കിട്ടുക. അപ്പോൾ നമ്മളവിടെ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ട്രെയിനി 1ൻ്റെ 90% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5.56 × റേറ്റിംഗ് ആണ് പറഞ്ഞത് 90 എന്ന് പറയുന്നത് കേട്ടോ. 90/100 ചെയ്യണം. 90/100 ചെയ്യുമ്പോൾ നമുക്ക് 5 മിനിറ്റ് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5/1 - 0.10. അത് നമുക്ക് 10% അലവൻസ് ഫ്രാക്ഷനാണ്, അത് മൈനസ് ചെയ്യണം. അപ്പോൾ 5.56 മിനിറ്റ് കിട്ടും. അതാണ് ഫസ്റ്റ് വർക്കറിന് 90%. രണ്ടാമത്തെ ട്രെയിനിയുടെ നോർമൽ ടൈം ഇതുപോലെ തന്നെ 50/9 ആണ്. അത് ഇൻറ്റു 105/100 100 ആണ് എടുക്കുക. അപ്പോൾ 2 പൊസിഷൻ നീക്കി പോയിൻ്റ് ഇടും. 5.83. അതായത് നമ്മൾ 90/100 എടുത്തു നേരത്തെ. ഇവിടെ 105/100 ആണ് എടുക്കുക. അത് 5.83 കിട്ടും. 5.83 ഡിവൈഡഡ് ബൈ 1 - 0.10 എന്ന് ഇടും. 6.48. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തേൽ 6.18 ആണ് മിനിറ്റ് എടുക്കുന്നത്. രണ്ടാമത്തത് 5.56 മിനിറ്റ്. മൂന്നാമത്തത് 6.48 മിനിറ്റ്. അത് നമ്മൾ എഴുതുകയാണ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. 2 ഫോർമുല ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.